ജൂൺ 7 വെള്ളിയാഴ്ച. യോഹന്നാൻ 19:31 മുതൽ 37 വരെ വാക്യങ്ങൾ. ഒരിക്കൽ സുശീലനും സുമുഖനുമായൊരു യുവാവ് നഗരത്തിലെ പ്രധാന നാൽക്കവലയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഏറ്റവും സുന്ദരമായ ഒരു ചുളിവോ പോർലോ ഇല്ലാത്ത ഹൃദയം കാണണമെന്നുള്ളവർ എൻ്റെ അടുക്കൽ വരിക. ഒരു വലിയ ആൾക്കൂട്ടം കുറ്റമറ്റ ആ ഹൃദയം കാണാൻ തടിച്ചുകൂടി. യുവാവ് അവകാശപ്പെട്ടതുപോലെ തന്നെ ആ ഹൃദയത്തിൽ ഒരു പോർലോ കുറവോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സമ്മതിച്ചു, ഇതുതന്നെയാണ് ഏറ്റവും സുന്ദരമായ ഹൃദയമെന്ന്. യുവാവ് സന്തോഷം കൊണ്ടും അഹങ്കാരം കൊണ്ടും തുള്ളിച്ചാടി. പക്ഷേ എല്ലാവരെയും സ്തബ്ധരാക്കിക്കൊണ്ട് ഒരു വയോധികൻ ഇപ്രകാരം പറഞ്ഞു: നിന്റെ ഹൃദയം പോറലോ ഒന്നുമില്ലാത്തതായിരിക്കാം, പക്ഷേ അത് ഏറ്റവും സുന്ദരമായ ഹൃദയമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. നിന്റെ ഹൃദയത്തേക്കാൾ സുന്ദരമായ ഹൃദയം ഇതാ ഇവിടെ നിൽക്കുന്ന ഈ സ്ത്രീയിലുണ്ട്. ഇത് പറഞ്ഞിട്ട് അയാൾ ആൾക്കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുടെ നേരെ കൈ ചൂണ്ടി. എല്ലാവരും ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്കും പിന്നെ യുവാവിൻ്റെ ഹൃദയത്തിലേക്കും മാറി മാറി നോക്കി. ആ സ്ത്രീയുടെ ഹൃദയം ഒത്തിരി പോറലുകളേറ്റതായിരുന്നു. ഹൃദയത്തിൻ്റെ ചില ഭാഗങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അവിടെയും ഇവിടെയും തുന്നിക്കെട്ടിയതുപോലെ ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ ആഴമേറിയ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ആളുകൾ സംശയദൃഷ്ടിയോടെ വൃദ്ധനെ നോക്കി. ഈ സ്ത്രീയുടെ ഹൃദയമാണ് യുവാവിൻ്റെതിനേക്കാൾ സുന്ദരമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു പോറലും ഏൽക്കാത്ത യുവാവിൻ്റെ ഹൃദയവും ഒത്തിരി മുറിവുകളുള്ള സ്ത്രീയുടെ ഹൃദയം തമ്മിൽ എന്തൊരു അന്തരമാണുള്ളത്. എല്ലാവരുടെയും സംശയങ്ങൾക്ക് ഉത്തരമായി വയോവൃദ്ധൻ പറഞ്ഞു: ഈ സ്ത്രീയുടെ കീറി മുറിക്കപ്പെട്ട ഹൃദയമാണ് കൂടുതൽ സുന്ദരമെന്ന് പറയാൻ കാരണം എന്താണ് എന്നാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇവരുടെ ഹൃദയത്തിൽ ഈ മുറിവുകളുള്ളത്? ആ ഹൃദയത്തിൽ കാണുന്ന ഓരോ മുറിപ്പാടുകളും സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി അവർ അനുഭവിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെ മുറിപ്പാടുകൾ. അവർ മറ്റുള്ളവരെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവർക്ക് മുറിച്ച് നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ഹൃദയത്തിൽ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതായി കാണുന്നത്. അവർക്ക് തിരിച്ചു ലഭിച്ച സ്നേഹമാണ് തുന്നിക്കെട്ടിയ ഭാഗമായി കാണുന്നത്. വീട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും പരിഹാസവും കുത്തുവാക്കുകളും ചിലപ്പോൾ മർദ്ദനവും അവഹേളനവും അവളുടെ ഹൃദയത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നു. കഠിനാധ്വാനവും വിശ്രമമില്ലാത്ത ജോലിയും സാമ്പത്തിക ക്ലേശങ്ങളും അവരെ പലപ്പോഴും തളർത്തുന്നു. എങ്കിലും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് ആ ഹൃദയത്തിനുണ്ട്. സ്വന്തം ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് ഭർത്താവിനും മക്കൾക്കും കാപ്പി ഉണ്ടാക്കുന്നതും ഭക്ഷണം തയ്യാറാക്കുന്നതും മുറ്റമടിക്കുന്നതും വസ്ത്രം അലക്കുന്നതും കുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറാവുന്നതും അവരുടെ നിത്യേനയുള്ള ജോലിയാണ്. എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നവരെ അവർക്ക് പണി ചെയ്യാനേ നേരമുള്ളൂ. എന്നാൽ അതിനിടയിലും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിന് പോകാനും അവശരെ സഹായിക്കാനും അവർ സമയം കണ്ടെത്തുന്നു. മാതൃസ്നേഹവും ഭർതൃസ്നേഹവും പരസ്നേഹവും കൊണ്ടുണ്ടായ മുറിവുകളാണിവ. കാണാൻ ഭംഗിയില്ലെങ്കിലും ഇത്രയും സുന്ദരമായ മറ്റൊരു ഹൃദയമുണ്ടോ? വൃദ്ധൻ്റെ ഈ ചോദ്യം എല്ലാവരെയും ചിന്തിപ്പിച്ചു. കുറച്ചു മുമ്പേ ഒരു പോറൽ പോലും ഏൽക്കാത്ത, ചുളിവില്ലാത്ത തൻ്റെ ഹൃദയമാണ് ഏറ്റവും സുന്ദരമായ ഹൃദയമെന്ന് വീമ്പിളക്കിയ യുവാവ് ഇളിഭ്യനായി നിന്നു. കീറി മുറിക്കപ്പെട്ട ആ അമ്മയുടെ ഹൃദയം തന്നെയാണ് തൻ്റെതിനേക്കാൾ ഏറ്റവും സുന്ദരമെന്ന് അയാളും സമ്മതിച്ചു. ഇന്ന് നാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ആണ് നാം ആഘോഷിക്കുന്നത്. യേശു നമ്മെ വളരെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ജീവൻ
നമുക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. ആ ഹൃദയം ഒരു കുന്തത്താൽ തുളച്ചു കയറി അവസാനത്തുള്ളി രക്തവും വെള്ളവും അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. യേശു നമുക്ക് വേണ്ടി ചെയ്തതിനെ നാം ശരിക്കും വിലമതിക്കുന്നുണ്ടോ? യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും നമുക്ക് വ്യക്തിപരമായി അനുഭവപ്പെടുന്നുണ്ടോ? അതോ ഒരു നല്ല കഥയായി മാത്രം നമ്മൾ കരുതുന്നുവോ? നമുക്ക് പൂർണ്ണമായി ജീവിക്കാൻ കഴിയേണ്ടതിന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാനുള്ള യേശുവിൻ്റെ ആ ആഴമായ സ്നേഹത്തെ നാം വിലമതിക്കുന്നുണ്ടോ? നാം അറിഞ്ഞോ അറിയാതെയോ യേശുവിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ജീവിക്കുന്നു. സത്യമായും യേശുവിന് നമ്മോടുള്ള സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിനും ആർദ്രതയ്ക്കും നമുക്ക് ഇന്ന് നന്ദി പറയാം. എത്ര അത്ഭുതകരവും സായിയായതുമായ ഒരു സമ്മാനമാണ് അവൻ നിരന്തരം നമുക്ക് നൽകുന്നത്. ഇന്ന് നമുക്ക് അവൻ്റെ വിശുദ്ധവും സ്നേഹനിർഭരമായ ഹൃദയം ആഘോഷിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.